എല്ലാവർക്കും കുഞ്ഞാമിനാസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ബീഫ് പിക്കിളാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഓണത്തിനാണ് ഒരു അച്ചാറിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ അച്ചാർ ഞാനല്ല ഉണ്ടാക്കിയത്, എൻ്റെ പുതിയ ഭാബി സുഹാനയാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾ ഗൾഫിലേക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കിയത്. അപ്പോൾ വളരെ ഈസി, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കിടിലം ബീഫ് അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ബീഫ് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കിലോ ബീഫാണ് വാങ്ങിയിട്ടുള്ളത്. നന്നായി ചെറുതാക്കി അരിഞ്ഞിട്ട് നന്നായി കഴുകി വാര വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലകൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളുടെ നല്ല കിടിലം അച്ചാർ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ടുള്ള മസാല നമ്മൾ ഫസ്റ്റ് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് വലിയൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞങ്ങൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇനിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാകത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കൂടുതൽ മുളക് ആവശ്യമില്ലാത്തവർ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇവിടെ വീട്ടിലുണ്ടാക്കിയ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ അല്ലെങ്കിൽ നല്ല വെളിച്ചെണ്ണ. ഇനി അല്പം ചൂടുവെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നന്നായി ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ടെടുക്കുക. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ നന്നായി കഴുകി വെച്ചിട്ടുള്ള ഈ ബീഫ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1.5 കിലോന് ബീഫാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഈ മസാല ഫുൾ ഇതിൽ മാരിനേറ്റ് ചെയ്യിക്കുക. അപ്പോൾ നമ്മൾ ആ കംപ്ലീറ്റ് മസാല ഈ ബീഫിൽ ഇപ്പോൾ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് വെള്ളം തീരെ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നമ്മൾ ഈ ബീഫിൽ വെള്ളം ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് വേപ്പില കൂടി ഇട്ട് കൊടുക്കുക. നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് വേപ്പില പൊട്ടിച്ചിട്ട് കൊടുക്കുക. ദെൻ ഇത് നമ്മൾ ഒരു 5-6 വിസിൽ ആവുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ 5-6 വിസിലെന്ന് പറഞ്ഞത് എല്ലാ കുക്കറിലും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നന്നായി വേവുന്നത് വരെ വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മളുടെ ബീഫ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ആ വെള്ളം കളഞ്ഞിട്ട് അതൊന്ന് ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ വേവിച്ചെടുത്തിട്ടുള്ള ബീഫിനെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒരു പാത്രത്തിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ അല്പാൽപ്പായിട്ട് ഇട്ട് കൊടുക്കുക. ബീഫ് എന്നിട്ട് നല്ലോണം മൊരിഞ്ഞ് കിട്ടുന്നത് വരെ അത് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ പോരട്ടെ, കുറേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ. അതും നന്നായി മുങ്ങിയിട്ട് പൊരിഞ്ഞ് കിട്ടാനുള്ള അത്ര പോരം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഓയിലല്ല, ശരിക്കും വെളിച്ചെണ്ണയിലാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടില്ല, നമ്മളുടെ ബീഫ് നന്നായി പൊരിച്ച് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കളറ് തന്നെ ചേഞ്ച് ആവുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമ്മൾ ഈ ബീഫിനെ അച്ചാറാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ അച്ചാറിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ തന്നെയാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചൂടായിട്ടുള്ള ചീനച്ചട്ടിയിലേക്ക് നമ്മൾ ഇവിടെ പൊരിച്ച ബാക്കി എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പുതിയ എണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അത് കളയണ്ടല്ലോ കരുതിയിട്ടാണ്. പിന്നെ നെക്സ്റ്റ് ഞാനിതിലേക്ക് അല്പം നല്ലെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകിൽ നല്ലെണ്ണയിൽ മാത്രമായിട്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇതുപോലെ മിക്സ് ആക്കിയിട്ട് ഉണ്ടാക്കിയാലും യാതൊരു കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മൾ കുറച്ച് കടുകും ഉലുവയും കൂടിയിട്ട് ഒരു പാത്രത്തിൽ ഒന്ന് വറുത്തിട്ട് അതൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഈ പാത്രത്തിൽ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പിലൊക്കെ എടുത്തൊന്ന് മാറ്റി വെക്കുക. നെക്സ്റ്റ് നമ്മൾ അച്ചാറിൻ്റെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണമല്ലോ. അപ്പോൾ അതിൽ പ്രത്യേകം കാട്ടാൻ പറ്റില്ല, അതിന് മുമ്പാണ് ഈ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മളുടെ നല്ലെണ്ണയും അതുപോലെ തന്നെ ബാക്കി ഒഴിച്ചിട്ടുണ്ടായിരുന്ന വെളിച്ചെണ്ണ ഒക്കെ ചൂടായി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഓരോ ഐറ്റംസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇങ്ങനെ നീളനെ മുറിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ സൈഡ് കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളക്. അതൊക്കെ നിങ്ങൾ എന്തോരമാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊന്ന് നമ്മൾ ഈ എണ്ണയിൽ എടുത്തിട്ട് ഒന്ന് നന്നായി വഴറ്റി കിട്ടുന്നത് വരെ കൊടുക്കുക. നമ്മൾ മുമ്പത്തെ എണ്ണ ഒഴിച്ച കാരണമാണ് ഇത് പതഞ്ഞ് വരുന്നത് കേട്ടോ, അല്ലാതെ വേറെ യാതൊരു ഇഷ്യൂസും ഇല്ല.
ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഒരു പാത്രത്തിൽ അല്പം കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ നോർമൽ കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം എരിവ് വേണമെന്നനുസരിച്ചിട്ട് വേണം ഈ മുളക് പൊടിയുടെ അളവ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇവിടെ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഡയറക്റ്റ് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി മുളക് പൊടി. അപ്പോൾ ഇനി ഇങ്ങനെ കട്ടായിട്ട് കിടക്കണ്ടല്ലോ കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഇതുപോലെ ചാലിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയൊക്കെ നന്നായി മൂപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബാക്കിയുള്ള കറിവേപ്പില ഇഞ്ചിയൊക്കെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി ഇതും ഒന്ന് നന്നായി വഴറ്റി എടുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പേസ്റ്റ് പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ കാശ്മീരി ചില്ലി, അതുപോലെ തന്നെ നോർമൽ ചില്ലി പൗഡറും കൂടിയിട്ട് അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നോർമൽ ഡയറക്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് കട്ട കുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്ന് കുറുക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായി ഇതിൽ അലിയുന്നത് വരെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നേരം തന്നെ ഇതേപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ നല്ല ചൂട് തീയിലാണ് ഇപ്പോൾ നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിലേക്ക് അല്പം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കടുകും അതുപോലെ തന്നെ ഉലുവയും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. നമ്മൾ നോർമൽ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഇങ്ങനത്തെ കായപ്പൊടി ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കായം ഇങ്ങനെ കട്ടായിട്ട് കിട്ടുന്നുണ്ട്, അത് ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ കായപ്പൊടിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ഇത് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക. പിന്നെ അച്ചാറായ കാരണം നമ്മൾ കുറച്ച് കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കുമല്ലോ, നോർമലി അങ്ങനെയാണല്ലോ ചെയ്യുക. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ ആ മുളക് പൊടി കുറുക്കിയിട്ടുണ്ടായിരുന്ന ആ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നമ്മൾ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുക. നമ്മൾ നോർമൽ എല്ലാ അച്ചാറിൽ ചേർക്കുന്നത് പോലെ തന്നെ പുളിക്ക് വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ കേട് വരാതിരിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം, നമ്മൾ ഓരോന്ന് ചേർത്ത് കൊടുക്കുമ്പോഴും അത് ഓക്കെ ആണോ, ഇത്ര കറക്റ്റ് എമൗണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. ചില ആൾക്കാർക്ക് നല്ല പുളിയുള്ളത് ഇഷ്ടമാണ്, ചില ആൾക്കാർക്ക് തീരെ പുളി ഇഷ്ടമല്ല. അപ്പോൾ അതൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മളുടെ ആ അച്ചാറിൻ്റെ ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, തിക്ക് ഗ്രേവി, ആ ഒരു പരുവാക്കി കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മളുടെ അച്ചാറിലെ ആ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് നമ്മളുടെ ബീഫ് വേവിച്ചിട്ടുണ്ടായിരുന്ന വെള്ളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത് ആ ഒരു ഫ്ലേവർ കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബീഫ് വേവിച്ച് ശേഷം പൊരിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ബീഫിൻ്റെ പീസസും ആ ഗ്രേവിയിൽ ഇങ്ങനെ മുങ്ങുന്ന രീതിയിൽ നമ്മൾ എല്ലാ ഭാഗത്തോട്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ബീഫ് അച്ചാർ ഇവിടെ ഓൾമോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു സ്മെല്ലും അതുപോലെ തന്നെ എല്ലാതും കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ദെൻ നിങ്ങൾക്ക് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. then അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.